ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലൂസ് റാൻഡം ടെക്. അടിച്ചുപോയ മൾട്ടിപ്ലഗും മൊബൈൽ ചാർജറും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനി കളയേണ്ടതില്ല. അത് വെച്ച് നമുക്കൊരു അടിപൊളി എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ ഒരു വയർ എടുക്കാം. ഓക്കെ, ഇനി അടിച്ചു പോയ നമ്മുടെ ചാർജർ എടുക്കാം. അത് പതിയെ അഴിച്ചെടുക്കാം. അഴിക്കാൻ കിട്ടുന്നില്ല, അടിച്ച് പൊട്ടിച്ചോട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള പണ്ടും കുടലും ഒക്കെ പുറത്തെടുത്ത് കളയാം. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിതിൻ്റെ ഈ കവർ മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, ഓക്കെ ഇനി അടിച്ചു പോയ മൾട്ടിപ്ലഗ്. ഇതിനകത്തുനിന്ന് മൊത്തം പുറത്തേക്ക് അല്ലാണ്ട് തന്നെ വരുന്നുണ്ട്. ഇത് കുറേ യൂസ് ചെയ്ത് അടപ്പ് തീർന്ന സാധനം കേട്ടോ. ഓക്കെ, മൊത്തം ഇളകി കിടക്കുകയാണ്. അപ്പോൾ ഇത് തുരുമ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മൊത്തം ഒന്ന് അയച്ച് എടുത്തൊന്ന് ക്ലീനാക്കി തിരിച്ചിടാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ പാർട്സൊക്കെ മൊത്തം തുരുമ്പിച്ച് പോയി കിടക്കുകയാണ്. അപ്പോൾ ഇത് ക്ലീനാക്കാൻ എന്നുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിന് എളുപ്പ വഴിയുണ്ട്. നമ്മുടെ വാസലീൻ ഉണ്ടല്ലോ, പെട്രോളിയം ജെല്ലി, അതൊരു ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ ഇതിന് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ എന്നിട്ട് ഇനി ഗ്യാസ് കത്തിച്ച് ഇതിനെ നല്ലപോലെ ചുട്ട് പഴുപ്പിച്ചെടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നല്ലപോലെ ഇതുപോലെ വെള്ളത്തിൽ മുക്കി തണുപ്പിച്ചെടുക്കുക. ഇനി ജസ്റ്റ് ഒരു തുണി വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി. സംഭവം നല്ല അടിപൊളിയായി ക്ലീനായി കിട്ടുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി തിരിച്ച് അസംബിൾ ചെയ്തെടുക്കാം. ഓക്കെ, ഞാനങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ എർത്ത് വയറിൻ്റെ ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മുടെ മൊബൈൽ ചാർജർ 2 പിൻ പ്ലഗാണ്. അതുകൊണ്ട് എർത്തിൻ്റെ ആവശ്യമില്ല, അത് ഒഴിവാക്കാം. പിന്നെ ഓക്കെ സെറ്റ്. ഇവിടെ ഒരു ഹോള് കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വയറ് പുറത്തുനിന്നകത്തേക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 2 വയർ എടുത്തിട്ടുണ്ട്. റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും. ഓക്കെ, അപ്പോൾ ഇതിന് കണക്ട് ചെയ്യാം. അപ്പോൾ റെഡ് ഫേസിലും ബ്ലാക്ക് ന്യൂട്രലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ സെറ്റാക്കി എടുക്കുക. ഇനി ഇത് അടച്ചു കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കാണാൻ വലിയ മെനയൊന്നും കാണില്ല, ബിക്കോസ് നമ്മൾ അടിച്ചു പോയ സാധനമാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കറയും അതും ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഒരു എൻഡ് ഓക്കെ ആയി. ഇനിയിപ്പോൾ ചാർജർ എടുത്ത് മറ്റേ എൻഡിൽ കൂടി സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ഈ കവർ എടുക്കാം, ചാർജറിൻ്റെ കവർ എടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്കും ഈ വയർ കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് ഇവിടെ ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ. രണ്ടും കൂടെ ഒന്ന് കെട്ടി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് തിരിച്ച് റിട്ടേൺ വരുന്നതാണ്. ഒരു സ്ട്രോങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഇനി സോൾഡർ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ സോൾഡർ ചെയ്തെടുക്കാം നല്ലപോലെ. എൻ്റെ കയ്യിൽ സോൾഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗൺ വെച്ച് ഏതാണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, സംഭവം സ്ട്രോങ് ആയി കിട്ടി. ഇനിയിപ്പോൾ ഇത് അടക്കാം. ഓക്കെ, ഇതിൻ്റെ കവർ വെച്ച് അത് പൊട്ടിച്ചെടുത്തതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഒട്ടിച്ച് വെക്കണം. ഓക്കെ ഫ്ലെക്സ് കിക്ക് വെച്ച് അത് ഏതാണ്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. 2 സൈഡും ഓക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ചാർജർ പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടി ഞാൻ ഗ്ലൂ ഗൺ കൂടി യൂസ് ചെയ്തു. അപ്പോൾ റെഡ് സ്റ്റിക്കായിരുന്നു, അതാണ് ഈ ചുവപ്പ് കളറ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ലൈറ്റൊക്കെ കത്തി. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ടെസ്റ്റർ എടുത്ത് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ന്യൂട്രൽ നോക്കാം. ന്യൂട്രൽ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ എവിടെയോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ നമ്മുടെ ഫേസിൽ ലൈറ്റ് കത്തി, ന്യൂട്രലിൽ ലൈറ്റ് കത്തിയില്ല. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റാണ്. അപ്പോൾ ഫേസ് വയറിൽ ലൈറ്റ് കത്തുന്നതുകൊണ്ട് തന്നെ ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ ന്യൂട്രലും ചെക്ക് ചെയ്യാൻ വേണ്ടി, നമുക്കതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി മൾട്ടിമീറ്ററിൻ്റെ ആവശ്യമില്ല. ഇത് 2 പിൻ പ്ലഗ് ആയതുകൊണ്ട് തന്നെ അത് തിരിച്ചിട്ട് ഓൺ ചെയ്യാം. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നേരത്തെ ന്യൂട്രൽ ഉണ്ടായിരുന്ന ആ ഏരിയ ഇപ്പോൾ ഫേസ് ആയി. അപ്പോൾ അവിടെ ലൈറ്റ് കത്തും.
അപ്പോൾ അങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ ആ വയറിലും ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് മീനിങ്. അപ്പോൾ രണ്ടും ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ സംഭവം ഏതാണ്ട് ടെസ്റ്റഡ് ഓക്കെ. അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോൾ സാധാരണ നമ്മളൊരു എക്സ്റ്റൻഷൻ ബോർഡ് യൂസ് ചെയ്യുന്ന പോലെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.